മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. 10 വർഷം ഗുണ്ടകളുടെ പറുദീസയായിരുന്നു കേരളം. ഒരു കാരണവശാലും ഒരു ഗുണ്ടയെയും ജനങ്ങളുടെ ജീവിതത്തെ വെല്ലുവിളിക്കാൻ അനുവദിക്കില്ല. അത് കാപ്പാപ്രതിയാണെങ്കിലും അല്ലാത്ത പ്രതികളാണെങ്കിലും അവരൊക്കെ നിർദാക്ഷിണ്യം പോലീസിൻ്റെ നടപടി ഉണ്ടാകും. ഗുണ്ടകളുടെ പറുദീസയായി കേരളത്തെ മാറ്റി ആ കാലം അവസാനിച്ചിരിക്കുന്നു. അതിന് കർട്ടൻ വീണിരിക്കുന്നു. ഈ ഗവൺമെൻറ് ഒരു ഗുണ്ടകളുടെയും പ്രവർത്തനത്തെ അനുവദിച്ചു കൊടുക്കില്ല. ജനങ്ങൾക്ക് വേണ്ടത് സ്വൈര ജീവിതമാണ്. ആ സ്വൈര ജീവിതം ഉറപ്പാക്കിയാണ് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല, ഈ ഗവൺമെൻറ്റിൻ്റെ ചുമതല. അതുകൊണ്ട് ഗുണ്ട എവിടെയുണ്ടെങ്കിലും ആ ഗുണ്ടപ്പണി നിർത്തിക്കൊള്ളുക. നിയമപാലകർ അവരുടെ പിന്നിലുണ്ടാകും. അതുകൊണ്ട് ഇന്നലെ ആകാശത്ത് വെടിവെച്ച് ഗുണ്ടയെ പിടിച്ചെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ കേട്ടില്ലേ, ഗുണ്ടകളുടെ പറുദീസയായിരുന്നോ കേരളം? അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസുകാരുടെ തല പോലും പൊട്ടിക്കുന്ന പോലീസ് ഗുണ്ടകളുടെ കേരളമായിരുന്നോ ഇത്രയും കാലം നമ്മളൊക്കെ നേരിട്ട് കണ്ടിരുന്നത്? രമേശ് ചെന്നിത്തല എജാതി നെറുകേട ഈ വിളിച്ചു പറയുന്നത് ജനാധിപത്യ സംവിധാനത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു BJP ജനപ്രതിനിധിക്ക് എതിരെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറിയിട്ടാണ് പോലീസ് അതിക്രൂരമായിട്ട് ആകാശത്തേക്ക് വെടിവെച്ച് ആക്രമിച്ച് അറസ്റ്റ് ചെയ്യുന്നത്. അതിലെന്ത് നീതിയാണുള്ളത്? അവിടെ വളരെ തുച്ഛമായ ആളുകള്, അദ്ദേഹത്തിന്റെ ഭാര്യ ഉൾപ്പെടെയുള്ളവരുടെ കുടുംബം മാത്രമാണ് അവിടെയുള്ളത്. അല്ലെങ്കിലും ഒരു ജനപ്രതിനിധിയെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അദ്ദേഹം തിരുവനന്തപുരം കോർപ്പറേഷനിൽ എത്തില്ലേ? എത്ര നെറികേടാണ്! അല്ല, എന്തിനാ രമേശ് ചെന്നിത്തല ഇപ്പോ ഇതിനെ ന്യായീകരിച്ചത്? നീതി നോക്കിയിട്ടാണെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? ഒരിക്കലും നീതി നോക്കിയിട്ടല്ല, മറിച്ച് ഇതിനെ എങ്ങാനും എതിർത്ത് പോലീസിനെതിരെ ഒരക്ഷരം രമേശ് ചെന്നിത്തല വിളിച്ചു പറഞ്ഞാൽ സ്പോട്ടിൽ പിന്നെ രമേശ് ചെന്നിത്തല സംഖ്യയാവുമെന്ന് ചെന്നിത്തലക്ക് തന്നെ നന്നായിട്ട് അറിയാം. നീതി നോക്കിയല്ല ഈ പ്രസ്താവനയ്ക്ക് രമേശ് ചെന്നിത്തല പറഞ്ഞത്. മുസ്ലിം ലീഗിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും പേടിച്ചിട്ടാണ് രമേശ് ചെന്നിത്തല പോലീസിനിപ്പോ കൈയടിച്ച് രംഗത്തെത്തിയത്. നീതി നോക്കിയിട്ടാണെങ്കിൽ ഒരു ജനപ്രതിനിധിയുടെ വീട്ടില് രാത്രി കയറിയിട്ട് ആകാശത്തേക്ക് വെടിവെച്ച് അറസ്റ്റ് ചെയ്യൽ നമ്മുടെ ഈ അടുത്ത് നമ്മൾ ഇത് കഴിഞ്ഞ 10 വർഷക്കാലം ഒരു ജനപ്രതിനിധിയെ ആകാശത്തേക്ക് വെടിവെച്ച് കൊണ്ടുപോകുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? രമേശ് ചെന്നിത്തല ആഭ്യന്തര മന്ത്രിയായപ്പോ ആകാശത്തേക്ക് വെടിവെച്ച ഒരു ജനപ്രതിനിധിയെ അറസ്റ്റ് ചെയ്യുക എന്റെ ലളിതമായ മറ്റൊരു ചോദ്യം. ഇതൊരു BJPയുടെ ആഭ്യന്തര മന്ത്രി ആയിരുന്നു ഒരു സ്റ്റേറ്റ് ഭരിക്കുന്നത്. അവിടെ കോൺഗ്രസിന്റെ ഒരു ജനപ്രതിനിധിയുടെ വീട്ടിൽ കയറി ആകാശത്ത് ഒരു ഭാര്യയും അതേപോലെ കുടുംബം മാത്രമുള്ള ഒരു വീട്ടിൽ കയറി ഒരു കോൺഗ്രസ് കൗൺസിലറെ ഇതുപോലെ അതിക്രൂരമായിട്ട് BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് പിടിച്ചു കൊണ്ടുപോയാൽ ഇവിടെ എജാതി ബഹളം നടക്കോ? അപ്പൊ ജനാധിപത്യോ എന്ന് ഇവിടെയുള്ള സകലരും നിലവിളിച്ച് രംഗത്തെത്തില്ലേ? ഇവിടെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നോ എന്ന് പറഞ്ഞ് രംഗത്തെത്തില്ലേ? ഇത് കോൺഗ്രസിന്റെ ആഭ്യന്തര മന്ത്രി പോലീസിന് കൈയടിച്ചപ്പോ ഇവിടെ ആർക്കും ഒരക്ഷരം ഉണ്ടായില്ല. ഈ UDF അധികാരത്തിലെത്തിയത് മുതൽ വേട്ടയാടുക, രാഷ്ട്രീയ വൈരാഗ്യമാണ് കോൺഗ്രസ് തീർത്തോണ്ടിരിക്കുന്നത്. രമേശ് ചെന്നിത്തലയോടും UDFനോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ കേരളം മാത്രമേ ഭരിക്കുന്നുള്ളൂ, രാജ്യം ഭരിക്കുന്നത് ഇന്നും BJPയാ. ഒരു തർക്കവും വേണ്ട. ഇവിടെ എന്തെങ്കിലും ഒരു അന്വേഷണം വരുമ്പോഴേക്ക് എന്തൊക്കെ ഇവിടെ വിളിച്ചു പറയാറുള്ളത്? അന്വേഷണം വരുമ്പോഴേക്ക് നിലവിളിക്കുന്ന ആളുകള് ഇപ്പൊ രംഗത്തെത്തിയിട്ട് ഉളുപ്പില്ലാതെ വിളിച്ചു പറയാണ് ആകാശത്തേക്ക് വെടിവെച്ച്. ഇതെന്താ ഭീകരനോ? എത്ര ക്രൂരതയാ! ഇതെന്താ രാജ്യത്തിനെതിരെ എന്തെങ്കിലും ചെയ്ത പ്രശ്നമാണോ? അല്ല, ഒരു ഭീകരനെയാണ് അറസ്റ്റ് ചെയ്ത ആകാശത്ത്. ഇത് കോർപ്പറേഷനിലേക്ക് വരുന്ന ആളല്ലേ, ജനപ്രതിനിധിയല്ലേ? അതും കോടതിയിൽ കാര്യങ്ങളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു. എന്നിട്ട് പോലീസുകാർ ചെയ്ത ക്രൂരതയെ അഭിനന്ദിക്കാൻ ചെന്നിത്തലയ്ക്ക് നാണമില്ലേ? ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഒരു മാധ്യമ പ്രവർത്തക. അതിനുത്തരം കൊടുക്കുന്നത് നിങ്ങളൊന്ന് കേട്ടു. നിയമത്തിന്റെ വഴിക്ക് പോകും. കേസ് പ്രതിയാണെന്ന് തെളിവുണ്ടോ എന്നാണ് ചോദ്യം. അതുകൊണ്ട് അത് പോലീസ് നോക്കിക്കോളൂന്നേ. അത് അല്ലെ കോടതി ചോദ്യം ചെയ്യാമല്ലോ. ഇതൊക്കെ കോടതിക്ക്, പോലീസിന്റെ എല്ലാ ആക്ഷനും കോടതിയുടെ നിരീക്ഷണത്തിലും സ്കൂട്ടണിക്കും വിധേയമാണ്. അതൊക്കെ പോലീസും കോടതിയും നോക്കിക്കോളും. അല്ല, കോർപ്പറേഷൻ ഭരണം ആര് അട്ടിമറിക്കാനാണ്? അവരാ ഭരിച്ചോട്ടെ, അതിനാ എതിർപ്പുണ്ടോ ആർക്കേലും?
പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, നാട്ടിൽ സമാധാന ജീവിതം ഉറപ്പുവരുത്തുവാനുള്ള സർക്കാരിന്റെ പോലീസിന്റെ ചുമതലയാണ്. അത് ഞങ്ങൾ നടപ്പാക്കും. നാട്ടിൽ സമാധാനം ഉണ്ടാക്കേണ്ടത് പോലീസുകാരാണ്. ആ പോലീസുകാരാണ് ആ സമാധാനം കെടുത്തുന്നത്. അത്തരം ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഇപ്പൊ എന്താ രമേശ് ചെന്നിത്തല പറയുന്നത്? കാപ്പ കേസുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോ അതൊക്കെ കോടതിയിൽ തെളിയിച്ചാൽ പോരെന്ന്. രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ ഒരു 10 കോൺഗ്രസിന്റെ MLA-മാരെ അങ്ങ് അറസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട്, കേന്ദ്ര അന്വേഷണ ഏജൻസി വന്ന ഒരു 10 പേരെ അങ്ങ് അറസ്റ്റ് ചെയ്തിട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി മാധ്യമങ്ങളോട് പറയാ ഒക്കെ കോടതിയിൽ ചോദ്യം ചെയ്തോട്ടെ, ഞങ്ങൾ ഇങ്ങ് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇവിടെ എജ്ജാതി പുകില് നടക്കും. അപ്പൊ മാത്രമേ ഇവിടെ ആളുകൾക്ക് പ്രശ്നമുള്ളൂ. ഇത് കോൺഗ്രസ് ചെയ്യുമ്പോ എത്ര ഒരു ജനപ്രതിനിധിയെ, BJPയുടെ ജനപ്രതിനിധിയെ അറസ്റ്റ് ചെയ്യുന്നതിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ UDF-നുണ്ട്. രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് അതിക്രൂരമായിട്ടുള്ള കാര്യമാണ്. തർക്കമില്ലാത്ത വിഷയ, ഒരു തർക്കവും ഇല്ലാത്ത വിഷയം. ഇത് BJPക്കെതിരെ മനഃപൂർവ്വം UDF രമേശ് ചെന്നിത്തല ഇറങ്ങി തിരിച്ചതാ. ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനം വാങ്ങിക്കൊടുത്ത ആളുകള്, ഇവിടെ പ്രധാനമായിട്ട് UDF സർക്കാരിനെ തന്നെ പിടിച്ചു നിർത്തുന്ന ആളുകൾക്കൊക്കെ പല രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. അവരുടെ പ്രധാനപ്പെട്ടത് BJPയെ ഇല്ലാതെയാക്കുക എന്നുള്ളതാ. കേരളത്തിൽ BJPയെ വളർത്താതിരിക്കുക എന്നുള്ളതാണ് UDF-ന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അവർ അതിനുവേണ്ടി സകല നീതിയും ഇല്ലാതെയാക്കിയിട്ട് ക്രൂരതയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് മേയർ ചോദിക്കുന്നുണ്ട്, കാപ്പ കേസുമായി ബന്ധപ്പെട്ട് എന്താണ് തെളിവുള്ളത് എന്ന്. കാപ്പ കേസ് ഈ പറഞ്ഞ പോലീസ് മാധ്യമങ്ങളോട് പൊതുസമൂഹത്തോടെ പറയട്ടെ, അല്ലെങ്കിൽ ഞാൻ മേയറായിരിക്കുന്ന ഒരു കോർപ്പറേഷനിലെ കൗൺസിലറാണ് അദ്ദേഹം, എന്നെ ബോധ്യപ്പെടുത്തട്ടെ, അദ്ദേഹത്തെ കാപ്പ കേസിൽ പ്രതിയാവുന്നുള്ള രേഖകൾ കാണിക്കട്ടെ. കാപ്പ കേസിൽ ഒരു വ്യക്തിയെ പ്രതിയാക്കുന്നതിന് മുൻപ് അതിൻ്റെ കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്. അദ്ദേഹത്തെ വിളിക്കണം, അദ്ദേഹത്തിൻ്റെ ഭാഗം കേൾക്കണം, അതോടൊപ്പം തന്നെ ബോണ്ട് വയ്ക്കേണ്ടതായിട്ടുണ്ട്, അതിനുമുമ്പ് ജാമ്യത്തിൽ വിടേണ്ടതായിട്ടുണ്ട്, നിരീക്ഷണത്തിൽ വയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. അതിലേതെങ്കിലും ഒരു ഘടകം കംപ്ലൈൻറ്റ് ചെയ്തതായിട്ട് കാണിക്കട്ടെ. കാപ്പ കേസിൽ ഒരു വ്യക്തിയെ പെടുത്തിയാൽ അദ്ദേഹത്തെ അത് അറിയിക്കണമല്ലോ രേഖാമൂലം, അത് കാണിക്കട്ടെ. അതൊന്നുമില്ലാതെ പാതിരാത്രിയിൽ ഒരു വീട്ടിൽ കയറി ഒരു സ്ത്രീയും 2 കുഞ്ഞുങ്ങളും കൗൺസിലർ മാത്രമുള്ള സമയത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അറസ്റ്റ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ഒരു പുരുഷനും ഒരു സ്ത്രീയും മാത്രമാണ് അവിടെ ഓടിയെത്തിയത്. ഈ കൗൺസിലർ സുഗതൻ്റെ സ്ഥാപനത്തിലൊരു സ്റ്റാഫ് അസുഖമായതുകൊണ്ട് ആശുപത്രിയിൽ പോകാൻ വേണ്ടി പണം ചോദിക്കാൻ വേണ്ടി സുഗതൻ്റെ അടുത്ത് വന്നിരുന്നു. ഇത്രയും പേരല്ലാതെ ഒരാളും അവിടെ ഇല്ലായിരുന്നു. അപ്പോഴാണ് ചെന്ന മാത്രയിൽ തന്നെ വട്ടിയൂർക്കാവ് CI വിപിൻ തോക്കെടുത്ത് ആകാശത്തേക്ക്. നിങ്ങൾ കേട്ടില്ലേ, മേയർ ഈ ചോദ്യം ചോദിച്ചതിനൊന്നും തന്നെ രമേശ് ചെന്നിത്തലക്ക് ഒരു ഉത്തരവുമില്ല. ഇന്ന കേസിൽ പ്രതിയാണെങ്കിൽ അവർ തെളിവ് കാണിക്കട്ടെ, ഇന്ന നടപടിക്രമങ്ങളുണ്ട്, അതൊക്കെ ചെയ്തിട്ടുണ്ടോ? അതൊരു മാധ്യമ പ്രവർത്തക ഈ പറയുന്ന രമേശ് ചെന്നിത്തലയോട് ചോദ്യം ചോദിക്കുമ്പോ രമേശ് ചെന്നിത്തല പറയും അതൊക്കെ കോടതിയിൽ ചോദ്യം ചോദിക്കട്ടെ. ഇതേപോലെ കേന്ദ്ര സർക്കാർ ഒന്ന് തുനിഞ്ഞിറങ്ങിയാൽ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ഇവിടെയുള്ള കോൺഗ്രസുകാർക്ക് ഓടാൻ സ്ഥലം മതിയാവാതെ വരും എന്നുള്ളതല്ലേ വളരെ വലിയ യാഥാർത്ഥ്യം. എത്ര നീതികേടാണ് ഈ രമേശ് ചെന്നിത്തല പറയുന്നത്, എത്ര നീതികേടാണ്, എത്ര ഉളുപ്പില്ലായ്മയാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടൊരു ജനപ്രതിനിധിയുടെ വീട്ടിലെത്തിയിട്ട് ആകാശത്തേക്ക് വെടിയുതിർത്തു എന്ന് പറയുന്നത് നീതികേടാണ്, അതിക്രൂരതയാണ്. ഇവരാണ് ഇവിടെ ജനാധിപത്യം പൂത്തുലയാൻ വേണ്ടിയിട്ട് വാദിക്കുന്നവർ എന്ന് സ്വയം വിളിച്ചു പറയാറുള്ളത്, സ്വയം അവകാശപ്പെടാറുള്ളത്. ഇവർ ജനാധിപത്യത്തിന് വേണ്ടി എന്തോ ഉണ്ടാക്കുന്ന ആളുകളാണ് എന്നുള്ളതാ സകല മലയാളികളും തിരിച്ചറിയാ. UDF തുനിഞ്ഞിറങ്ങിയതാണ് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ. അത് BJPക്കെതിരെ CPM-നെതിരെയും ഈ പറയുന്ന UDF-ന്റെ നേതാക്കന്മാർ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട്. 5 വർഷക്കാലമേ UDF-ന് അധികാരം കേരള ജനത കൊടുത്തിട്ടുള്ളൂ. ഇതുപോലെ ക്രൂരതകൾ UDF സർക്കാർ ചെയ്താൽ UDF സർക്കാരിനെയും കേരള ജനത ഒറ്റക്കെട്ടായിട്ടെടുത്ത് ആറ്റിലേക്കറിയും എന്നുള്ളത് UDF-മായി ബന്ധപ്പെട്ട ഒരു നേതാക്കന്മാരും ഒരിക്കലും മറക്കണ്ട.